പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടെ ഇന്ന് പകലും നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാം. കർത്താവ് പറഞ്ഞ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചമായ കർത്താവ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ വെളിച്ചമായി തീരും. കർത്താവ് നമ്മുടെ ഭവനത്തിൽ വന്നാൽ നമ്മുടെ ഭവനവും നമ്മുടെ തലമുറകളും ഒക്കെ അനുഗ്രഹിക്കപ്പെടും. നാം നശിച്ചു പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ആരെല്ലാം കൈവിട്ടാലും നമ്മൾ നെഞ്ചു വിരിച്ചും തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നത്. കല്ലറ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, മരണത്തെ ജയിച്ചവന്, നമ്മുടെ ഏത് നാശത്തിൽ നിന്നും, ഏത് പ്രതിസന്ധിയിൽ നിന്നും, ഏത് കടഭാരത്തിൽ നിന്നും, ഏത് രോഗത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിക്കും. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നാം തകരത്തില്ലെന്നേ, നാം നശിച്ചു പോകത്തില്ല. ഒരു മനുഷ്യരിലും നമ്മുടെ ആശ്രയം വെക്കരുത്. സ്വയം നശിക്കരുത്. ആര് മറന്നാലും, ആര് കൂടെ ഇല്ലെങ്കിലും, ആര് നമുക്ക് വേണ്ടി സംസാരിക്കാനില്ലെങ്കിലും, ചെങ്കടലായിക്കൊള്ളട്ടെ, സിംഹത്തിൻ്റെ ഗുഹ ആയിക്കൊള്ളട്ടെ, മരുഭൂമിയാകട്ടെ, അവിടെ എല്ലാം കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. 110 സങ്കീർത്തനം 2 വാക്യം പറ, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. മുൻപോട്ടുള്ള വഴികളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ശത്രുവിൻ്റെ മുൻപിൽ നീ വാഴും. ഈ ചെങ്കടലിൻ്റെ അപ്പുറത്ത് ഒരു വാഗ്ദത്ത ദേശം നിനക്കുണ്ട്. 49 അധ്യായത്തിൽ യോസഫിൻ്റെ ചുറ്റും ശത്രുക്കൾ അമ്പെയ്തു, തോറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിലാണ്. ആ കർത്താവാണ് എൻ്റെ ആശ്രയം. ആര് തകർത്തെറിയാൻ നോക്കിയാലും, എത്ര ഗൂഢാലോചന ചെയ്താലും കർത്താവാണ് എൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. യോസഫിനെതിരെ പൊത്തിപ്പേറിൻ്റെ ഭാര്യ ഉന്നയിക്കുന്ന വാദങ്ങൾക്കപ്പുറത്ത് കർത്താവ് ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ഈ കല്ലറയ്ക്കകത്തും ഈ ക്രൂശീകരണത്തിനും അപ്പുറത്തുമായി എനിക്കും നിനക്കും ഒരു ഉയർപ്പുണ്ട്. ഈ കിണറിന് നമ്മളെ ഒതുക്കാൻ കഴിയത്തില്ല. ഈ കാരാഗ്രഹത്തിന് നമ്മളെ ഒതുക്കാൻ കഴിയത്തില്ല. ഒരടയ്ക്കപ്പെട്ട കാലഘട്ടം നിനക്കുണ്ടെങ്കിൽ വാഗ്ദത്തമുള്ള നിന്നെ ഒതുക്കി കളയാൻ ഒന്നിനും സാധ്യമല്ല. ഇനി ഒരു പ്രതീക്ഷയില്ലെന്നും പറഞ്ഞ് ഇതൊക്കെ ഞാൻ ഒത്തിരി കേട്ടതാ എന്നും പറഞ്ഞ് പലരും ഇന്ന് പകൽക്കാലം ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, മുൻപോട്ട് പോകാൻ ഒരു വഴിയുമില്ല, എല്ലാം എനിക്ക് തടസ്സം, എല്ലാവരും എനിക്കെതിരാ എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നേ, പേടിക്കണ്ട. കല്ലറയെ പൊട്ടിച്ചുയർത്തെഴുന്നേറ്റവൻ ഏത് പ്രശ്നത്തിൽ നിന്നെ വിടുവിക്കും. നിന്റെ ശത്രുക്കളുടെ മധ്യേ നീ വാഴും. നീ എൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കനായി നടന്നാൽ മതി. ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കയ്യിലുള്ളവന് സർവശക്തനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാർ, മുൻപോട്ട് പോകാൻ ഒരു വഴിയില്ല. പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് യേശു ഇറങ്ങിച്ചെന്ന് പറയുക, നിങ്ങൾക്ക് സമാധാനം. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞത് നിനക്ക് സമാധാനം. നിന്നോട് കർത്താവ് പറഞ്ഞതെങ്കിൽ കർത്താവിൻ്റെ പക്കൽ പരിഹാരമുണ്ട്. കർത്താവ് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പരിഹാരവുമായിട്ടാണ് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ കടന്നു വന്നേ. ആ കർത്താവിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറല്ലേ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗമുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണോ? നീ നിഷ്കളങ്കനായി നടക്കാൻ. ഞാൻ നിൻ്റെ പരിചയം അതിമഹത്തായ പലകയുമാകുന്നുവെന്ന് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. നിഷ്കളങ്കരായി നടക്കാനാ. അങ്ങനെയുള്ളവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കർത്താവ് പറയും, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾക്കതേ ആ ദൈവിക പ്രസൻസ്, ആ ദൈവിക സമാധാനം, ആ ദൈവിക കരുതൽ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ദേശത്തും ലോകമെമ്പാടും പ്രകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.